ഇത്രയും കഷ്ടപ്പെടുന്നത് ഇതിനൊക്കെ PSC എന്ന് പറയുന്നത് ഇത്രയും കഷ്ടപ്പാട് പറഞ്ഞാൽ അങ്ങനെയൊക്കെ ചോദിക്കാൻ എൻ്റെ അടുത്താണ് ചോദിച്ചിട്ടുണ്ട്. ഒരാൾ വിചാരിച്ചാൽ നടക്കില്ല. കുറേ ഫാക്ടേഴ്സ് ഉണ്ട്. ഇൻസ്റ്റിറ്റ്യൂട്ട് വേണം, നമുക്ക് ഫ്രണ്ട്സ് വേണം, ഫാമിലി, സൊസൈറ്റി, അങ്ങനെ കൂടി എല്ലാവരും കൂടി നല്ല രീതിയിൽ വരുന്ന സമയത്ത് ഉണ്ടാവുന്നതാണ് ഈ സക്സസ് എന്ന് പറയുന്നത്. ഡയറക്ഷനിൽ നമുക്ക് കിട്ടിയ കാര്യം അതന്നെ, ഒരു പുസ്തകം നമ്മൾ അറിഞ്ഞു പഠിച്ചു. നമുക്ക് ഏത് ഭാഗത്തു നിന്ന് എങ്ങനെ വന്നു കഴിഞ്ഞാൽ അതിനെ ക്യാച്ച് ചെയ്യാൻ വേണ്ടി പറ്റി എന്നതാണ് പ്രധാനപ്പെട്ട കാര്യം. സാറിൻ്റെ ഒക്കെ ക്ലാസ്, ഇപ്പോൾ ഓൺലൈൻ ക്ലാസ്, സാറ് നേരത്തെ പറഞ്ഞ പോലെ വളരെ വലിയ ഡെഡിക്കേഷനാണ്, ചെറുതല്ല. HSC ഫിസിക്കൽ സയൻസ് വിളിച്ചപ്പോൾ ഒരു 3-4 കോള് വന്ന് എവിടെയാ കോച്ചിങ്ങിന് നല്ലതെന്ന് ചോദിച്ചിട്ട് തീർച്ചയായിട്ടും ഞാൻ ഡയറക്ഷൻ്റെ പേര് തന്നെയാണ് പറഞ്ഞത്. ഇപ്പോൾ HSC ആയാലും ബാങ്ക് ജോലി ആയാലും കേന്ദ്ര ഗവൺമെൻറ് ജോലി ആയാലും അല്ലെങ്കിൽ ഇപ്പോൾ IM PGDPM ചെയ്യണം എന്നുള്ള താല്പര്യമായാലും അത് സ്വന്തമാണെന്ന് ആദ്യം ഒന്ന് ഉറപ്പുവരുത്തുക. അതിനുശേഷം അതിൻ്റെ പിന്നാലെ അങ്ങ് നടക്കും. ഡയറക്ഷൻ അതിനുള്ളൊരു മാർഗമാണ്, അതിനുള്ളൊരു സ്ട്രാറ്റജിയാണ് ഞങ്ങൾ നൽകുന്നത്. ഒരേ സ്വപ്നം കാണുന്ന കുറേ ആൾക്കാരുടെ കൂടിയാണ് നിങ്ങൾ പഠിക്കുന്നത്. അപ്പം നിങ്ങളുടെ ആ കൂട്ടുകെട്ട്, അതായത് കൂട്ടുകാരാണ് ഒരുമിച്ച് പഠിക്കുന്നത്, ഒരുമിച്ച് ചോദ്യങ്ങൾ ചോദിക്കുന്നു, അങ്ങോട്ട് സാറ് പറഞ്ഞപ്പോൾ ക്വസ്റ്റ്യൻ, നിങ്ങൾക്ക് ഗ്രൂപ്പൊക്കെ ഉണ്ടായിരുന്നു. ആ ഒരു ഗ്രൂപ്പ്, ആ ഒരു സൗഹൃദം എത്രത്തോളം നിങ്ങളെ പരീക്ഷയിൽ പ്രതിഫലിച്ചിട്ടുണ്ട്, ആ ഒരു സക്സസ്സിൽ എത്രത്തോളം അതിന് പങ്കുണ്ട്? എന്നെ സംബന്ധിച്ചിടത്തോളം നമ്മളൊരു ടെലഗ്രാം ഗ്രൂപ്പായിരുന്നു. അപ്പോൾ ആ കമ്പൈൻ സ്റ്റഡിക്ക് കേരളത്തിലുള്ള ഒരുവിധ ആളുകളൊക്കെ ഉണ്ട്. എല്ലാവരും നല്ല അക്കാഡമിക് ബ്രില്യൻസ് ഉള്ളതാണ്. അപ്പോൾ അത് കാരണം ഞാനത് കുറേ മുന്നിലെത്താൻ കഴിഞ്ഞു. എല്ലാവരും നല്ല രീതിയിൽ സപ്പോർട്ട് ചെയ്യുന്നത് നമ്മുടെയൊക്കെ എല്ലാവരും സെൽഫ്ലെസ് ആയിട്ടുള്ള ഒരു എഫേർട്ട് എടുത്തിട്ടില്ല. അപ്പോൾ അത് കമ്പൈൻ സ്റ്റഡിയൊക്കെ വളരെ ഹെൽപ്ഫുൾ ആയിരുന്നു. വളരെയധികം നമ്മളെ ടീം HST എന്നുള്ളൊരു ഗ്രൂപ്പ് ആയിരുന്നു ഞങ്ങൾ. അത് വളരെയധികം യൂസ്ഫുൾ ആയിരുന്നു. അപ്പോൾ എല്ലാവരും ഞാൻ നേരത്തെ പറഞ്ഞ പോലെ ഒരാൾ വിചാരിച്ചാൽ നടക്കില്ല. കുറേ ഫാക്ടേഴ്സ് ഉണ്ട്. ഇൻസ്റ്റിറ്റ്യൂട്ട് വേണം, നമുക്ക് ഫ്രണ്ട്സ് വേണം, ഫാമിലി, സൊസൈറ്റി, അങ്ങനെ കൂടി എല്ലാവരും കൂടി നല്ല രീതിയിൽ വരുന്ന സമയത്ത് ഉണ്ടാവുന്നതാണ് ഈ സക്സസ് എന്ന് പറയുന്നത്. അതെ, ഞങ്ങൾ ഓഫ്ലൈൻ ക്ലാസ് ആയിരുന്നല്ലോ ഡയറക്ഷനിൽ. അപ്പോൾ ഞങ്ങൾക്ക് കിട്ടുന്ന ലഞ്ച് ബ്രേക്കിലൊക്കെ വളരെ കുറച്ച് സമയം കൊണ്ട് ഞങ്ങൾ കഴിച്ച് പിന്നെ ഞങ്ങൾ ഇരുന്ന് ക്വസ്റ്റ്യൻസ് വർക്കൗട്ട് ചെയ്യായിരുന്നു ചെയ്തിരുന്നത്. അതായത് ക്ലാസ്സിൽ തന്നെ ഇരുന്നിട്ടുള്ളൊരു കമ്പൈൻ സ്റ്റഡി. ആ ഒരു ബാച്ചിൽ വളരെ പ്രൗഡായിട്ട് പറയാം, കുറേ പേര് നെറ്റ് ക്വാളിഫൈ ചെയ്തു. HSST ബാച്ചിലിരുന്ന ഒരുപാട് പേർക്ക് നെറ്റ് ക്വാളിഫൈ ചെയ്യാൻ പറ്റി. എനിക്ക് 2 മാർക്കിനാണ് ആ വർഷം നെറ്റ് പോയത്. അതെനിക്കൊരു വിഷമമാണ്. എന്നാലും ഞാൻ വീണ്ടും ട്രൈ ചെയ്തുകൊണ്ടേ ഇരിക്കുന്നു. എന്നാലും അത്രയും നല്ല ഒരു കൂട്ടുകെട്ട് അതിൻ്റെ ഉള്ളിൽ. സ്വപ്നങ്ങൾ കുറച്ചുകൂടി വലുതായില്ലേ? സ്വപ്നം അവിടെ നിന്നില്ല, അവിടുന്ന് വളർന്നുകൊണ്ടേ ഇരിക്കുകയാണ് സ്വപ്നം. ഒരുമിച്ചുള്ള പഠനം എപ്പോഴും നല്ലതാണ്. അത് ഓർത്ത് വെക്കാൻ എളുപ്പം ഈ കമ്പൈൻ സ്റ്റഡിക്ക് വലിയ പ്രാധാന്യം കൊടുക്കുന്നുണ്ട്. അതുപോലെ തന്നെ സാറിൻ്റെ ഒക്കെ ക്ലാസ്, ഇപ്പോൾ ഓൺലൈൻ ക്ലാസ്, സാറ് നേരത്തെ പറഞ്ഞ പോലെ വളരെ വലിയ ഡെഡിക്കേഷനാണ്, ചെറുതല്ല. കാരണം 7 മണിക്ക് ഓൺലൈൻ ക്ലാസ് സ്റ്റാർട്ട് ചെയ്ത് കഴിഞ്ഞാൽ സാറ് തന്നെ മറന്നു പോകും. 10 മണി കഴിഞ്ഞാലും സാറ് തന്നെ മറന്നു പോയിട്ടുണ്ടാവും. അപ്പോൾ ഞങ്ങളെ ഓർമ്മിപ്പിക്കും, സാർ 10 മണി കഴിഞ്ഞു. ഞങ്ങൾക്ക് മടിയായിട്ടല്ല, സാറിന് ബുദ്ധിമുട്ടാവോ എന്ന് വിചാരിച്ചിട്ടാണ്. അത്രയും ഹാർഡ് വർക്ക് ചെയ്ത് എഫേർട്ട് എടുത്തിട്ടാണ് ക്ലാസ്സിൽ അജയൻ സാറൊക്കെ, എനിക്ക് വാക്കുകളില്ല സാറിനെ പറ്റിയിട്ട്. അത്രയും ഹാർഡ് വർക്ക് ചെയ്തിട്ടാണ് ഞങ്ങൾക്ക് എടുത്തു തരുന്നത്. അത് കഴിഞ്ഞിട്ടാണ് പിന്നെ കമ്പൈൻ സ്റ്റഡി എന്നുള്ളൊരു രീതിയിലേക്ക് ഞങ്ങൾ 10 മണിക്ക് 11 മണിക്കൊക്കെ ശേഷം 2-3 പേര് ഒരുമിച്ചിരുന്ന് ഗൂഗിൾ മീറ്റ് വെച്ചിട്ടൊക്കെയാണ് ഞങ്ങൾ പഠിക്കുക. അപ്പോൾ അതിൽ പറഞ്ഞിട്ടുള്ള പ്രധാനപ്പെട്ടത് വീണ്ടും റിവിഷൻ ചെയ്യുക. അത് മറക്കില്ല. ഞാൻ കുട്ടികൾക്ക്, ഇപ്പോൾ ഞാൻ പഠിപ്പിക്കുന്ന കുട്ടികൾക്ക് ഞാൻ പറയും, നിങ്ങൾ കമ്പൈൻ സ്റ്റഡി ചെയ്യൂ, പിന്നെ ഒരിക്കലും നിങ്ങളത് മറക്കില്ല. ഒത്തിരി കാര്യങ്ങൾ നമ്മൾ പിന്നെ അതുപോലെ എന്തെങ്കിലും പോയിന്റ്സ്, ടിപ്സൊക്കെ വെച്ച് കണക്ട് ചെയ്തിട്ടൊക്കെ പഠിക്കുക. വലിയ വേർഡ്സൊക്കെ ആണെങ്കിൽ നിങ്ങളത് മറക്കില്ല. അപ്പോൾ ഇനി എഴുതാൻ പോകുന്ന കുട്ടികളോട് അത് തന്നെയാണ് എനിക്ക് പറയാനുള്ളത്. അപ്പോൾ കമ്പൈൻ സ്റ്റഡിയൊക്കെ സംഘടിപ്പിക്കുക. അതേപോലെ തന്നെ കൊച്ചു ടിപ്സുകളൊക്കെ ഉണ്ടാക്കി കണക്ട് ചെയ്ത് പഠിക്കുക. അതൊക്കെ ഓർമ്മയിൽ നിൽക്കും. പിന്നെ നമുക്കറിയുന്ന കാര്യങ്ങൾ ബാക്കിയുള്ളവരോട് ഷെയർ ചെയ്യാം, അവർക്കറിയുന്ന കാര്യം നമ്മളോട് ഷെയർ ചെയ്യാം. അപ്പം നമ്മളെ നോളജ് വർദ്ധിച്ചു വരികയുള്ളൂ. നമുക്ക് എക്സാം ക്രാക്ക് ചെയ്യാനുള്ള ഒരു അവസ്ഥയിലേക്ക് നമ്മൾ എത്തും, എല്ലാവരും നോളജും കൂടി കുടിച്ചെടുക്കും. ടീച്ചർ ഒറ്റയ്ക്കാണ് ശ്രമിച്ചതെന്നായിരുന്നു പറഞ്ഞത് UP എക്സാം. അപ്പോൾ ഇതൊരു കൂട്ടായൊരു ശ്രമമായിരുന്നില്ലേ? കൂട്ടുകാരുണ്ടായിരുന്നില്ലേ കൂടെ പഠിക്കാനും കാര്യങ്ങൾ പറയാനും ഒക്കെ? കൂട്ടിന്റെ കാര്യത്തിൽ ഞാൻ അവരുടെ ഒരു ട്രിക്ക് പ്രയോഗിച്ചു എന്ന് പറയാം. കാരണം എനിക്ക് കൂട്ടായിട്ടുണ്ടായത്
അവള് താമസിച്ചു ഇവിടെയാണ്, ഗൾഫിലാണ്. അവളവിടെ പഠിപ്പിക്കുവാണ്. അപ്പാണ് അവളോട് ഞാൻ പറഞ്ഞു ഇങ്ങനെ ഡയറക്ഷൻ ഉണ്ട്, ഞാൻ ചേർന്നിട്ടുണ്ട്. അപ്പൊ അവള് പറഞ്ഞു ഞാനും ചേർന്നു. അങ്ങനെ അവളും ചേർന്ന് ഞാനും ചേർന്നു. അപ്പൊ 2 പേര് മാത്രമായിരുന്നു നമ്മളെ പഠനം. ശരിക്കും പറഞ്ഞു കഴിഞ്ഞാല് നമ്മളൊരു പുസ്തക ചർച്ചയാണ് നടത്തിക്കൊണ്ടിരിക്കുക. രഘു സാറിന്റെ ഒരു ക്ലാസ് കിട്ടിക്കഴിഞ്ഞു കഴിഞ്ഞാൽ പിന്നെ നമ്മളെ ചർച്ച. അവിടെ ഞാൻ ഉപയോഗിച്ച ട്രിക്ക് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇവക്ക് അവിടെ ഞങ്ങൾക്കും അവർക്കും സമയത്തിന് വ്യത്യാസം ഉണ്ടല്ലോ. അവർക്ക് അവിടെ 8 മണിയാവുമ്പോ എനിക്കിവിടെ വേണമെങ്കിൽ 11 മണിയും 10 മണി 11 മണി ആ സമയത്ത്. അവള് പഠിക്കാൻ ഇരിക്കുന്ന സമയത്ത് ഞാനിവിടെ കൊറേ അങ്ങോട്ട് പോയിട്ടുണ്ടാവും. എങ്കിലും അവള് വരുമ്പോ ഞാൻ അവളപ്പരം ഇരിക്കും. അപ്പൊ എനക്കിവിടെ 1 മണിയായാലും എനക്കും മടുപ്പില്ല. കാരണം നമുക്ക് ഇന്ന് കിട്ടിയ രഘു സാറിന്റെ ക്ലാസ് ഉണ്ടാവും. ഇത് മുഴുവൻ നമ്മൾ അങ്ങനെ 2 പേര് മാത്രം. അവളും HSA നേടി 2 പേരും. അത് ഭയങ്കര സന്തോഷമാണ് നമുക്ക്. 2 പേരും ഞാനാണ് അവളോട് പറഞ്ഞത്. അതിന്റെ അടിസ്ഥാനത്തിലാണ് അവൾ ചേർന്നത്. 2 പേരും ഒരുമിച്ച് പഠിക്കാൻ പറഞ്ഞു. അങ്ങനെ അവൾ അവിടെ നിന്നും പഠിച്ചു, ഞാൻ ഇവിടെ നിന്നും പഠിച്ചു. 2 പേരും പഠിച്ചു. അവൾക്കും കിട്ടി. അവളിപ്പോ ജോലി കഴിഞ്ഞ് ഞാൻ കയറി കുറച്ച് നാൾ കഴിഞ്ഞപ്പോഴാണ് അവൾക്ക് അപ്പോയിന്റ്മെന്റ് ഓർഡർ വന്നത്. അവളിപ്പം ജോയിൻ ചെയ്തിട്ട് ലീവ് എടുത്തിട്ട് ആദ്യ ഗൾഫിലേക്ക് പോയി. അങ്ങനെയാണ് ഞങ്ങളുടെ പഠിപ്പ്. ഇത്തരം ടിപ്സ് ഒക്കെ നിങ്ങൾ വിദ്യാർത്ഥികളോടൊക്കെ പറഞ്ഞു കൊടുക്കല്ലോ. ഞാൻ പറഞ്ഞ് ഞങ്ങള് ജയിച്ചതാണ്, അല്ലെങ്കിൽ നിങ്ങളെ ടീച്ചർ ഇതൊക്കെ ഇങ്ങനെ പഠിച്ചതാണ് എന്നൊക്കെ പറഞ്ഞ് കുട്ടികൾക്ക് പറഞ്ഞു കൊടുക്കുമ്പോൾ അവർക്കും അത് എളുപ്പമാവും അല്ലേ? അവരെ പ്രതികരണം എന്തായിരിക്കും അങ്ങനെ പറഞ്ഞു കൊടുക്കുമ്പോൾ? കുട്ടികൾ ഇങ്ങനെയൊക്കെ ഉണ്ടോ, ഇങ്ങനെയൊക്കെ പഠിക്കണോ, അങ്ങനെയൊക്കെ ചോദിക്കാറുണ്ട്. എൻ്റെ അടുത്താണ് ചോദിച്ചിട്ടുണ്ട്, ഇത്രയും കഷ്ടപ്പെടണോ ഇതിനൊക്കെ? PSC എന്ന് പറയുന്നത് ഇത്രയും കഷ്ടപ്പാട് നിറഞ്ഞാണ്. കഷ്ടപ്പാട് സാർ പറഞ്ഞാൽ ഇഷ്ടപ്പെട്ട് പഠിക്കുന്ന ഒരു കഷ്ടപ്പാട്. പക്ഷെ അതിങ്ങനെ ഓരോ കുട്ടികൾക്ക് ആ ടിപ്സിലൂടെ കൊടുക്കുകയാണെങ്കിൽ പെട്ടെന്ന് ആ പ്രായത്തിൽ പെട്ടെന്ന് അവർ ഗ്രാസ്പ് ചെയ്യും. ആ പ്രായം അവരുടെ അങ്ങനെയാണ്. നമുക്ക് കുറേ കഴിഞ്ഞിട്ട്, ഞാനൊക്കെ എത്ര വർഷങ്ങളായി ഇതിനു വേണ്ടി. പക്ഷെ കൊച്ചുങ്ങൾക്ക് അത് വലിയ പറഞ്ഞു കൊടുക്കുന്ന ഈ ആശയങ്ങൾക്ക് വലിയ അനുഗ്രഹമാണ്. അതൊക്കെ ഇഷ്ടപ്പെടുന്ന കുട്ടികളുണ്ട് കേട്ടോ, അത് സ്വീകരിക്കുന്ന കുട്ടികളുണ്ട്, മോട്ടിവേറ്റഡ് ആവുന്ന കുട്ടികളുണ്ട്. അതിൽ നന്നായി ഗൈഡ് ചെയ്യാൻ പറ്റിയിട്ടുണ്ട് എന്ന് നിങ്ങൾക്ക് തോന്നിയിട്ടുണ്ടോ? നിങ്ങളൊരു PSC പഠന കാലഘട്ടം കഴിഞ്ഞ് ജോലി പ്രവേശിച്ചപ്പം കുട്ടികൾക്ക്? തീർച്ചയായിട്ടും. അത് നിങ്ങളെ ഹെൽപ്പ് ചെയ്തിട്ടുണ്ട് ഇപ്പം ചെയ്യുന്ന ജോലിയിലും? തീർച്ചയായിട്ടും. ഞങ്ങളും ടീച്ചേഴ്സ് എന്ന പോലെ മോട്ടിവേറ്റേഴ്സ് കൂടിയാണ്. അവര് തളർന്നു പോകുമ്പോ അവര് ഞങ്ങള് ഉണർത്തിക്കൊണ്ടുവരണം. അതെ, ചേർത്ത് നിർത്താം. ഒരു കാലഘട്ടം വരെ ടീച്ചേഴ്സിനൊക്കെ ഉണ്ടായിരുന്ന ഒരു വിമർശനമായിരുന്നു, ചേർത്ത് നിർത്താൻ ടീച്ചേഴ്സിന് സാധിക്കുന്നില്ല എന്ന്. പക്ഷെ ഈ കാലഘട്ടത്തിലൊക്കെ ആകുമ്പോൾ ഈ ടീച്ചേഴ്സ് കുറച്ചുകൂടി അവബോധമുള്ള ഒരു തലമുറയുടെ ഭാഗമാണ്. അപ്പം നിങ്ങൾക്കും അതേപോലെ ചെയ്യാനിപ്പം സാധിക്കുന്നുണ്ടോ? തീർച്ചയായിട്ടും. അവരൊപ്പം തന്നെ അവരെയും കൂടെ കൊണ്ടുപോകാനായിട്ട് സാധിക്കുന്നുണ്ട്. തീർച്ചയായിട്ടും അവരെ കൂടെ നിൽക്കാൻ കഴിയും. കുട്ടികളിൽ നിന്ന് ചില കാര്യങ്ങൾ പഠിക്കാൻ പറ്റുന്നുണ്ടോ? പറ്റുന്നുണ്ട്. തീർച്ചയായിട്ടും എത്രയോ കാര്യങ്ങൾ അറിയാവുന്ന കുട്ടികളുണ്ട്. ഇപ്പൊ ടെക്നോളജി ഒക്കെ ഒരുപാട് വളർന്നതുകൊണ്ട് ഒരുപാട് കാര്യങ്ങൾ അറിയുന്ന കുട്ടികളുണ്ട്. അപ്പം ഞാൻ ഇപ്പൊ ഈ ഡയറക്ഷനെ പറ്റി പറഞ്ഞപ്പോ അങ്ങനെ ഒരു സ്ഥാപനം ഉണ്ട്, അത് അവരറിഞ്ഞില്ലേ? അപ്പൊ അതവര് യൂട്യൂബിൽ അവർ സെർച്ച് ചെയ്യുന്നുണ്ട്. അങ്ങനെ ഒരു സംഭവം ഉണ്ട്, അങ്ങനെ ഒരു മോട്ടിവേഷൻ പറയുന്ന സാറുണ്ട്. കുട്ടി അതൊക്കെ അവരറിഞ്ഞ് ഞങ്ങൾ ഡിസ്കസ് ചെയ്യും ചിലപ്പോഴൊക്കെ ഫ്രീ ഒക്കെ കിട്ടുന്ന സമയം. പിന്നെ ഈ കുട്ടികളെ പേരൻസ് കുറെ പേര് ഇങ്ങനെ PSC പഠിക്കുന്ന ആളുകളുണ്ട്. അപ്പൊ അങ്ങനെയൊക്കെ കുട്ടികൾക്ക് ഇതിനെ കുറിച്ച് അറിയാം. പുതിയ കുട്ടികൾക്ക് എല്ലാം അറിയാം. ഞങ്ങളോട് ചോദിച്ചിട്ടുണ്ട് കേട്ടോ, കിട്ടിയപ്പോ ഇതെവിടെയാ പഠിച്ചത് നിങ്ങളെന്ന് ചോദിച്ചു വന്ന അയൽപ്പക്കാരും സുഹൃത്തുക്കളൊക്കെ ഉണ്ട് കേട്ടോ. കുറച്ചുപേരൊക്കെ എവിടെയാ നിങ്ങൾ പഠിച്ചതെന്നൊക്കെ ചോദിച്ചിട്ടുണ്ട്. അപ്പൊ അതൊക്കെ കേൾക്കുമ്പോ പറഞ്ഞു കൊടുത്തു. ഇപ്പൊ HSC ഫിസിക്കൽ സയൻസ് വിളിച്ചപ്പോ ഒരു 3-4 കോള് വന്ന് എവിടെയാ കോച്ചിങ്ങിന് നല്ലതെന്ന് ചോദിച്ചിട്ട്. തീർച്ചയായിട്ടും ഞാൻ ഡയറക്ഷന്റെ പേര് തന്നെയാണ് പറഞ്ഞത്. ഏറ്റവും നല്ല ഡയറക്ഷനിൽ പോകുകയാണെന്നാണ് പറഞ്ഞത്. അപ്പൊ മോട്ടിവേഷൻ സാറ് നൽകുമ്പോഴേ കുറച്ച് സമയമല്ലേ ശരിക്കും നമുക്ക് മോട്ടിവേറ്റഡ് ആയി നിൽക്കാൻ പറ്റൂ. ഇപ്പോൾ ഇന്ന് കേട്ടു, ഇന്ന് രാത്രി നമ്മൾ ഭയങ്കര മോട്ടിവേറ്റഡ് ആണ്, ചിലപ്പോൾ നാളെ രാവിലെ ആകുമ്പോഴേക്കും അത് പോയിക്കുക. അതിനെ നിലനിർത്താൻ എന്താ പറഞ്ഞു കൊടുക്കുക? മോട്ടിവേഷൻ ശരിക്കും ഏറ്റവും സ്റ്റേബിൾ ആയിട്ടുള്ള മോട്ടിവേഷൻ സെൽഫായിട്ടുള്ള മോട്ടിവേഷനാണ്. അപ്പോൾ അങ്ങനെയുള്ള എന്തെങ്കിലും വിത്തുകൾ നമുക്ക് ഈ സ്റ്റുഡൻസിൻ്റെ മനസ്സിലിടാൻ പറ്റുവാണെങ്കിൽ അത് എപ്പോഴെങ്കിലുമൊക്കെ ഇങ്ങനെ വന്നോളൂ. നമ്മളിപ്പോൾ പെട്ടെന്ന് ചാടി എന്തെങ്കിലും ചെയ്യുന്ന ഒരു കാര്യത്തെ പറ്റിയുള്ള ഒരു ക്യൂക്ക് മോട്ടിവേഷൻ കഴിഞ്ഞങ്ങ് പോയാൽ അത് നിലനിൽക്കില്ല. മറ്റേതെന്താ വെച്ചാൽ ഒരു സ്വപ്നമാണ്, ജോലിയാണ്, സാലറിയാണ്, നമ്മൾ സ്വന്തമായിട്ട് വാങ്ങുന്ന ഒരു സമ്മാനമാണ്. ഇതിനെ പറ്റിയുള്ള ചിന്ത എപ്പോഴും ഉണ്ടാവുന്നത്. ഇപ്പോൾ എനിക്ക് ജോലി കിട്ടിയിട്ട് ഞാൻ എൻ്റെ അച്ഛന് അമ്മയ്ക്ക് ഒരു ഡ്രസ്സ് വാങ്ങിക്കൊടുക്കുന്നത് എൻ്റെ മനസ്സിലുണ്ടെന്ന് വിചാരിക്കുക. അതെപ്പോഴാണ് വാടിക്കൊഴിയുക? അതെപ്പോഴും ഉണ്ടാവും. അപ്പോൾ ഞാൻ ഇപ്പോൾ അധ്വാനിക്കുമ്പോൾ എന്നെ സംബന്ധിച്ചിടത്തോളം
സാലറി ഒരുപാട് വാങ്ങുന്നതിനേക്കാൾ എനിക്ക് ആദ്യത്തെ സാലറി വാങ്ങുന്നതിലായിരിക്കും ഇതുണ്ടാവുക. അങ്ങനെ ചില ഇതുമായിട്ട് ഹുക്ക് ചെയ്ത് അവർക്ക് പോകാൻ സാധിക്കുന്നുണ്ട്. അത് മോട്ടിവേഷൻ എന്ന് പറഞ്ഞാൽ ഇത് ശരിക്കും പറഞ്ഞാൽ അങ്ങനെയുള്ള മനസ്സിലാണ് വളരുക. എല്ലാവരും മോട്ടിവേറ്റ് ചെയ്യാൻ പറ്റിയെന്ന് വരില്ല. മോട്ടിവേഷന് വിധേയമാവുന്ന രീതിയിലുള്ള മനസ്സുണ്ടാവും. മനസ്സിലാണ് സാധിക്കുക. അങ്ങനെയുള്ള മനസ്സിലാവും സാറിന്. അത് എന്തായാലും സ്വപ്നമുള്ളവർ വളക്കൂറുള്ള മനസ്സായിട്ട് വരുന്നവരായിരിക്കുമല്ലോ. എനിക്കൊരു സ്വപ്നമുണ്ട് എന്ന് പറഞ്ഞാൽ അതിൻ്റെ അർത്ഥം അവർക്ക് തീർച്ചയായിട്ടും വളർച്ചയ്ക്ക് താല്പര്യമുണ്ട്. ഇപ്പൊ നമ്മളിപ്പോൾ എന്തെങ്കിലും ഒരു സാധനത്തിന് പോവുക, ഒരു സാധനം വാങ്ങാൻ പോവാണ്. സോ നമ്മൾ അത് വാങ്ങാൻ നമുക്ക് താല്പര്യമുള്ള സംഗതി ഉണ്ടാവും. അപ്പൊ ആരെങ്കിലും നമുക്ക് അഷ്യൂർ ചെയ്യാണ് ഇത് നല്ല സാധനമാണ്, നമ്മൾ വാങ്ങും. അതുപോലെയാണ് സ്വപ്നമായിട്ട് ഞാൻ നടക്കുന്നത്. അപ്പൊ എന്നോട് ഒരാൾ പറയുന്നത് നല്ല സ്വപ്നമാണ്, ഇത് നിനക്ക് സാധിക്കും, ഞാൻ ഇതിന്റെ പിന്നാലെ പോകും. അതാണ് സാധാരണ സംഭവിക്കാറുള്ളത്. ഇവരൊക്കെ നല്ല ലൈക്ക് ഇവരെപ്പോലുള്ള ആൾക്കാർ തന്നെയാണ് എപ്പോഴും ഡയറക്ഷൻ ഉണ്ടെന്ന് പറയുന്നത്. ഇങ്ങനെയുള്ള ആൾക്കാർ കൂട്ടത്തോടെ വരുന്നു എന്നുള്ളതാണ്. പിന്നെ ഇവർ നേരത്തെ ടെലിഗ്രാം ഗ്രൂപ്പിന്റെ പറഞ്ഞത്, ടെലിഗ്രാം ഗ്രൂപ്പ് സക്സസ് എന്ന് പറഞ്ഞാൽ സ്ഥാപനത്തിന്റെ ഭാഗത്തുനിന്ന് 5 ചോദ്യമാണ് ഇടുന്നതെങ്കിൽ പാർട്ടിസിപ്പന്റിന്റെ ഭാഗത്തുനിന്ന് 100-150 ചോദ്യമുണ്ട്. ചില ദിവസങ്ങളിൽ ഞാൻ ചില ഗ്രൂപ്പുകളിൽ എണ്ണിയിട്ടുണ്ട്. ഓരോരുത്തരും 5 ചോദ്യങ്ങൾ, ക്യൂസ് മോഡലിൽ 5 ചോദ്യങ്ങൾ 10 ചോദ്യങ്ങളൊക്കെ ഉണ്ട്. അത് സെൽഫിഷായ സാധിക്കില്ല. ഞാൻ ചോദ്യം ഇട്ടാൽ ഇയാൾക്ക് കിട്ടിപ്പോവല്ലോ എന്നൊരു തോന്നലുണ്ടായാൽ സാധിക്കില്ല. ഇവർ സെൽഫ്ലെസ് ആയിട്ട് അത് ഇങ്ങനെ ഇട്ടുകൊണ്ടിരിക്കുക. അപ്പോൾ ഒരാൾ ഇടുമ്പോൾ വേറൊരാൾ അങ്ങനെ ചെയ്തുകൊണ്ടിരിക്കും. ദാറ്റ് വാസ് എ ഗ്രേറ്റ് എഫേർട്ട് ഫ്രം ദെയർ സൈഡ് ഓൾസോ. വലിയൊരു ഇതാണ്. പ്രാക്ടീസ് മേക്ക് പെർഫെക്റ്റ് എന്നാണല്ലോ, മാൻ പെർഫെക്റ്റ് എന്നാണ് പറയുന്നത്. അപ്പം നിങ്ങൾ ഈ പ്രാക്ടീസ് എത്രത്തോളം നിങ്ങളെ സക്സസ് സ്റ്റോറിയിൽ ഭാഗമായിട്ടുണ്ട്? പ്രാക്ടീസ് തന്നെയാണ് പ്രധാനം. നമുക്ക് ടോപ്പിക് അറിയുന്നതിനേക്കാൾ കൂടുതൽ നമ്മൾ എത്രത്തോളം ചോദ്യങ്ങളെ കാണുന്നു എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. റിവൈസ് ചെയ്തുകൊണ്ടേയിരിക്കണം. ഏറ്റവും പ്രധാന റിവിഷൻ. നമ്മൾ കുറേ പഠിച്ചവിടെ വെച്ച് പിന്നെ നമുക്ക് ചില ഇനീഷ്യലൊക്കെ നമ്മൾ മറന്നുപോകും. PK നാരായണപിള്ള, NK നാരായണപിള്ള അങ്ങനെയൊക്കെ ചിലപ്പോൾ വന്നു കഴിഞ്ഞാൽ നമുക്ക് പ്രോപ്പറായിട്ട് റിവിഷൻ നടത്തിയ ഒരാൾക്ക് മാത്രമേ അത് കറക്റ്റ് ആൻസർ നമുക്ക് കൊടുക്കാനായിട്ട് സാധിക്കുള്ളൂ. ഇനീഷ്യലി മാറിപ്പോകുന്നൊരു സംഭവമുണ്ട്. അപ്പം അതൊക്കെ പ്രോപ്പറായിട്ടുള്ള റിവിഷൻ കൊടുക്കണം എന്നാണ്. ഡയറക്ഷൻ നമുക്ക് കിട്ടിയ കാര്യം അതന്നെ. ഒരു പുസ്തകം നമ്മൾ അറിഞ്ഞു പഠിച്ചു. ഒരു പുസ്തകം അറിഞ്ഞു പഠിക്കുമ്പോൾ ആ പുസ്തകത്തിന്റെ ഏതു ഭാഗത്തുനിന്ന് എങ്ങനെ ചോദിച്ചു കഴിഞ്ഞാലും നമുക്ക് പുസ്തകം മേലെ കൂടി അല്ല പോയെ, അതിന്റെ ഉള്ളിൽ അങ്ങ് കയറി പഠിച്ചപ്പോൾ നമുക്ക് ഏത് ഭാഗത്തുനിന്ന് എങ്ങനെ വന്നു കഴിഞ്ഞാൽ അതിനെ ക്യാച്ച് ചെയ്യാൻ വേണ്ടി പറ്റി എന്നതാണ് പ്രധാനപ്പെട്ട കാര്യം. നിങ്ങൾക്ക് പഠനം എന്ന് പറയുന്നത് ഒരു അഡ്രിനാലിൻ റഷ് ആയിരിക്കും അല്ലേ? ഭയങ്കര ബൂസ്റ്റ് ചെയ്യുന്ന, നിങ്ങൾക്ക് എന്തോ സന്തോഷം കിട്ടുന്ന ഒരു കാര്യമായിട്ട് പഠനം മാറിയതുകൊണ്ടായിരിക്കുമല്ലോ ജീവിതത്തിലെ വിജയം ആയത്. സർ, ഇപ്പം ഡയറക്ഷനിൽ എത്ര വിദ്യാർത്ഥികളുണ്ട്? എന്തൊക്കെയാണ് ഫ്യൂച്ചറിൽ നിങ്ങൾ കാണുന്ന ലക്ഷ്യങ്ങൾ? നമ്മളിപ്പോ PSCയിൽ ഇപ്പോൾ HSA അതായത് HST ബാച്ചുകൾ പുതിയത് ലോഞ്ച് ചെയ്തുകൊണ്ട് ഓൺലൈൻ ബാച്ചുകൾ ലോഞ്ച് ചെയ്തുകൊണ്ടിരിക്കുന്നു. ഓഫ്ലൈനിൽ ഇപ്പോൾ HSA ഇംഗ്ലീഷിന്റെയും ഫിസിക്കൽ സയൻസിന്റെയും സോഷ്യൽ സയൻസിന്റെയും പുതിയ ബാച്ചുകൾ HSA ഞാൻ ഉപയോഗിക്കാൻ കാരണം HST എന്ന് പറയുന്നത് ചിലപ്പോൾ കമ്മ്യൂണിക്കേറ്റ് ചെയ്യപ്പെടും. ഹൈസ്കൂൾ ടീച്ചറാണ്, പഴയ പേര് കുറേ കാലമായിട്ട് ഉപയോഗിച്ച HSA ആയതുകൊണ്ട് ഇപ്പോഴും ഞങ്ങൾക്ക് വരുന്ന കോളുകളിൽ മിക്കവാറും HSA ആണ് ചോദിക്കുന്നത്. അതുകൊണ്ടാണ് HST എന്ന് ഞാൻ അങ്ങ് ഉപയോഗിക്കുന്നത്. അപ്പോൾ ഈ ഹൈസ്കൂൾ ടീച്ചറിന്റെ മിക്കവാറും എല്ലാ സബ്ജക്റ്റിൻ്റെയും ഓൺലൈൻ ബാച്ചുകളുണ്ട്. ഓഫ്ലൈൻ ബാച്ചുകൾ ഇപ്പം ഈ 3 വിഷയങ്ങളിൽ ഓൾറെഡി ലോഞ്ച് ചെയ്തു. അതായത് HSA സോഷ്യൽ സയൻസ്, ഇംഗ്ലീഷ്, ഫിസിക്കൽ സയൻസ്. അപ്പോൾ ഇപ്രാവശ്യം നമ്മൾ ചെയ്തിരിക്കുന്നത് ഓഫ്ലൈൻ ബാച്ച് ചെയ്യുന്ന എല്ലാവർക്കും ഫുൾ ആക്സസ് ടു ഓൺലൈൻ കൊടുത്തിരിക്കുകയാണ്. ഒരു കോംപ്ലിമെന്ററി തിങ് ആയിട്ട് മാറും. ചിലപ്പോൾ ഓഫ്ലൈൻ എടുക്കുന്ന ക്ലാസ്സുകൾ മിസ്സായി പോകുന്ന ആൾക്കാർക്ക് അത് എന്തെങ്കിലും മിസ്സാവുന്നത്. പക്ഷെ ഓൺലൈൻ സപ്പോർട്ട് ഉണ്ടെങ്കിൽ അവർക്ക് അത് റിവൈസ് ചെയ്യാൻ പറ്റുന്നുള്ളതുകൊണ്ട് പിന്നെ ടെസ്റ്റ് പേപ്പേഴ്സ് ഓൺലൈനായിട്ടും ഓഫ്ലൈനായിട്ട് നടത്താനുള്ളതുകൊണ്ട് അങ്ങനെ ഒരു സംവിധാനം ചെയ്ത് വെച്ചിട്ടുണ്ട്. അതിലേക്ക് ആൾക്കാർ ജോയിനിങ് ഫേസ് ആണ് ഇപ്പോൾ HSA ബാച്ചുകളിൽ. HSST ഫിസിക്സിന്റെ ഓൺലൈൻ ബാച്ച് ലോഞ്ച് ചെയ്തിട്ടുണ്ട്. കഴിഞ്ഞ പ്രാവശ്യം ഞങ്ങൾക്ക് മെയിൻ ലിസ്റ്റിൽ 101 പേരുള്ളതിൽ 68 പേരും ഡയറക്ഷൻ ഉണ്ടായിരുന്നു. 1ാം റാങ്ക് ഉൾപ്പെടെ ആദ്യത്തെ 10 റാങ്കുകളിൽ 8 റാങ്ക്, അങ്ങനെ 50 റാങ്കുകളിൽ 37 റാങ്ക് വരെയുള്ള ഒരു ഫാന്റാസ്റ്റിക് റിസൾട്ട് ആയിരുന്നു. അപ്പോൾ ഇത്തവണ അടുത്ത HSST ഫിസിക്സ് ഇപ്പം സീനിയർ ക്ഷണിച്ചിട്ടുണ്ട്. അത് നമ്മളൊരു ഓൺലൈൻ ബാച്ച് ലോഞ്ച് ചെയ്തു. അതിൽ ഒരു 10-200 പേര് ഇപ്പോൾ ഓൾറെഡി ജോയിൻ ചെയ്തു. ജസ്റ്റ് ലോഞ്ച് ചെയ്തിട്ടാണ് ജോയിനിങ് നടന്നുകൊണ്ടിരിക്കുന്നത്. പിന്നെ നമ്മൾ ബാങ്ക് SSC മേഖലയിലുള്ള റിസൾട്ട് നമുക്കൊരു ആധിപത്യം കുറേ വർഷങ്ങളായിട്ടുള്ളതാണ്. അതിൽ ഓഫ്ലൈൻ ബാച്ചുകൾ ഇപ്പം ജോയിനിങ് നടന്നുകൊണ്ടിരിക്കുന്നത്. ഓരോ മാസവും മിക്കവാറും ബാച്ചുകളുണ്ടാവും. SSCയുടെ ഒരു സൺഡേ ബാച്ച് ഇപ്പോൾ നമ്മൾ ലോഞ്ച് ചെയ്യുന്നുണ്ട്. അത് നമുക്കൊരു എന്താ പറയുക, ഒരു തരത്തിലുള്ള നൊസ്റ്റാൾജിക് ബാച്ചാണ്. കാരണം ഞങ്ങൾ ആദ്യം തന്നെ തുടങ്ങിയത് സാറ്റർഡേ സൺഡേ ബാച്ചുകളാണ്. ഡയറക്ഷൻ്റെ ആദ്യകാല ബാച്ചുകൾ സാറ്റർഡേ സൺഡേ, പിന്നീടാണ് റെഗുലർ ബാച്ചുകളിലേക്ക് മാറിയത്. അപ്പോൾ ഇപ്പോൾ അത് കുറേ ആൾക്കാർ ഡിമാൻഡ് ചെയ്തു. ജോലിയിലുള്ളവർക്ക് കേന്ദ്ര ഗവൺമെൻറ് ജോലി കിട്ടാനും പറ്റുള്ള ഒരു ഇത് വേണ്ടിയിട്ട്. അപ്പോൾ ഇപ്പോൾ SSCയുടെ ഒരു സൺഡേ ബാച്ച് ലോഞ്ച് ചെയ്യാൻ പോവാണ്.
വിദ്യാർത്ഥികൾ വരാറുണ്ടോ? അതായത് കോളേജിലും ഒക്കെ പഠിക്കുന്ന ഇപ്പൊ കുട്ടികളൊക്കെ കുറേ ഇങ്ങനത്തെ കാര്യങ്ങളിലേക്ക് അറിവ് തേടി നടക്കുന്നവർ പല കോളേജുകളിലും ചിലപ്പോൾ നമ്മളെ വിളിച്ചിട്ട് അവർക്ക് കരിയർ ഓറിയന്റേഷൻ കൊടുക്കാൻ വേണ്ടിയിട്ട് ആവശ്യപ്പെടാം. അടുത്ത കാലത്ത് ഒരു കോളേജിലേക്ക് അവർ കുറേ ടീച്ചേഴ്സൊക്കെ നമ്മളെ സ്റ്റുഡൻസ് ഒക്കെ ഉണ്ടാവും. അങ്ങനെ പോയി സ്റ്റുഡൻസ് നേരത്തെ ഇവർ പറഞ്ഞ പോലെ വളരെ ഇൻഫോംഡ് ആണ് എല്ലാ കാര്യങ്ങളിലും. പക്ഷെ കരിയർ ഓറിയന്റേഷനിൽ മാത്രം പ്രത്യേകിച്ച് എന്ത് ചെയ്യണം എന്നുള്ള ഒരു ധാരണയില്ല, ഒരു കൺഫ്യൂഷൻ ഉണ്ട്. അപ്പൊ അതുകൊണ്ട് ആ മേഖലകളിലൊക്കെ നമ്മളിപ്പം ഓറിയന്റേഷനുകൾ നടത്തുന്നുണ്ട്, ഫ്രീ ഓറിയന്റേഷൻസ് നടത്തുന്നുണ്ട്, ഡയറക്ഷനിൽ വെച്ചിട്ടും നടത്തുന്നു, പുറമെ നടത്തുന്നു. ഞങ്ങൾ കണ്ണൂര് ഞങ്ങൾക്കൊരു ബ്രാഞ്ച് ഉണ്ട്. കണ്ണൂർ ബ്രാഞ്ചിൽ ഈ പറഞ്ഞ പോലെ കണ്ടിന്യൂസ് ആയിട്ട് ഏതെങ്കിലും ടീമിന് ഏതെങ്കിലും കരിയർ ഓറിയന്റേഷൻ ആവശ്യമുണ്ടെങ്കിൽ ചെയ്യുന്നു. നമ്മളൊരു ഒരു സർവീസ് ഓറിയന്റഡ് കൂടിയായിട്ട് ചെയ്തുകൊണ്ടിരിക്കുന്നത്. കാരണം അത് അങ്ങോട്ട് പകർന്നു കഴിഞ്ഞാൽ നമുക്ക് നേരത്തെ നമ്മൾ ജീവിതത്തിലെ വിജയത്തെ പറ്റി പറഞ്ഞല്ലോ, ജീവിതത്തിൽ ഏത് മേഖലയിൽ വേണം കരിയർ എന്ന് തീരുമാനിച്ചു കഴിഞ്ഞാൽ വ്യക്തമായിട്ട് നമുക്ക് പോകാൻ പറ്റും. അങ്ങനെ ചെയ്യുന്നുണ്ട്. അപ്പോൾ ഓൺലൈനും ഓഫ്ലൈനും ആയിട്ട് നമ്മളിപ്പം ഒരു 1000+ സ്റ്റുഡൻസ് ഇപ്പം സെർവ് ചെയ്യുന്നുണ്ട്. അത് ഇനിയും അത് പല രീതിയിൽ ഫ്ലക്ച്വേറ്റ് ചെയ്യുന്നൊരു നമ്പറാണ്. കൂടുതൽ ബാച്ചുകൾ HSA ലോഞ്ച് ചെയ്യുമ്പോൾ അതിലേക്കൊക്കെ ആൾക്കാർ ജോയിൻ ചെയ്തുകൊണ്ടിരിക്കുന്നു. പിന്നെ ഒരു കൺഫ്യൂഷൻ മാർക്കറ്റിൽ ഉണ്ടാവുക എന്താ വെച്ചാൽ എന്ത് പഠിക്കണം, എങ്ങനെ പഠിക്കണം എന്നൊക്കെ ഉള്ളത്, അത് കൺഫ്യൂഷൻ ഉണ്ടാവും. അത് തീരുന്ന മുറയ്ക്കാണ് ഡയറക്ഷനിൽ ആൾക്കാർ ജോയിൻ ചെയ്യുക. പിന്നെ ഡയറക്ഷനിലെ കോഴ്സുകളൊക്കെ കുറച്ച് ഡിമാൻഡിങ് ഫ്രം സ്റ്റുഡൻറ് സൈഡ് കൂടിയാണ്. ഇപ്പോൾ ഉദാഹരണമായിട്ട് നേരത്തെ നോട്ട് ഉണ്ടാക്കണം, നിങ്ങൾ സ്വന്തം നോട്ട്സ് നമ്മൾ PDF പ്രൊവൈഡ് ചെയ്യും. പക്ഷെ ഞങ്ങൾ കൊടുക്കുന്ന ഗൈഡൻസ് എന്താ വെച്ചാൽ നമ്മൾ ചെയ്യുന്ന PDF പ്രിന്റ് ഔട്ട് എടുത്ത് പഠിക്കുകയല്ല വേണ്ടത്, നിങ്ങൾ ക്ലാസ് ലിസൺ ചെയ്തിട്ട് നോട്ട് ഉണ്ടാക്കണം. അതിപ്പോൾ എത്രമാത്രം ഉപകരിച്ചു എന്നുള്ള ഇവർക്കൊക്കെ അനുഭവത്തിൽ നിന്ന് വ്യക്തമാണ്. നന്നായിട്ട് അത് നമ്മളെ അജിൻ സാറെല്ലാം 7 മണി മുതൽ 10 മണി വരെ ക്ലാസ് എടുക്കുന്ന സമയത്ത് സാർ എന്താണോ പറയുന്നത് അത് അങ്ങനെ തന്നെ ആ സമയത്ത് എഴുതി അവിടെ വെച്ചു. ക്ലാസ് കഴിഞ്ഞതിന് ശേഷം അതൊന്ന് വായിക്കാം. അപ്പോഴത്തേക്ക് അത് 100% നമുക്ക് ഈ കാലഘട്ടത്തിലും എഴുതി പഠിക്കണം. എഴുതി പഠിച്ചത് അധ്യാപകർ അങ്ങനെയാണല്ലോ, ഇവര് സാറിന്റെ ക്ലാസ്സിൽ നോട്ട് തയ്യാറാക്കുമായിരുന്നു. ചെയ്യണം, അങ്ങനെ ചെയ്യണം. അതെല്ലാവരും അങ്ങനെ നമ്മൾ കൊടുക്കുന്ന ഒരു ഗൈഡൻസ് അതാണ്. അപ്പൊ അത് ചിലപ്പോ ഈ നോട്ട് കിട്ടില്ലേ അങ്ങനെ ഒരു കൺസേൺ ചിലപ്പോൾ ഉണ്ടായത് വരും. പക്ഷെ നോട്ട്സ് എല്ലാം നമ്മൾ കൊടുക്കും. പക്ഷെ ഈ നോട്ട് മാത്രം പഠിച്ചാൽ പോരാ, നമ്മൾ എന്ത് ചെയ്യണം? ഞാൻ ഇവർ കൊടുക്കുന്ന ഗൈഡൻസ് ഒന്നെന്താ വെച്ചാൽ ഞങ്ങൾ തരുന്ന നോട്ട് നിങ്ങൾ സ്വന്തമായി ഉണ്ടാക്കുന്ന നോട്ടിലേക്ക് ഇതിൽ നിന്ന് പകർത്തി എഴുതുക വേണ്ടത്. അല്ലാതെ നമ്മൾ നോട്ട് തരുന്നതോടുകൂടി നിങ്ങൾ ഉണ്ടാക്കിയ നോട്ട് ഒഴിവാക്കരുതെന്ന് പറയും. അപ്പൊ അതൊക്കെ അങ്ങനെയൊക്കെയുള്ള കുറെ കാര്യങ്ങൾ പിന്നെ നമ്മൾ വളരെ ശ്രദ്ധിക്കേണ്ടത്. റിസൾട്ട് ഉറപ്പിക്കുക എന്നുള്ളത് നമുക്ക് വളരെ പ്രധാനമാണ്. അപ്പോൾ ഇവർ വന്നു ജോയിൻ ചെയ്തു, ക്ലാസ് അറ്റൻഡ് ചെയ്തുകൊണ്ട് മാത്രം റിസൾട്ട് ഉണ്ടാവില്ല. അപ്പോൾ ആ സിസ്റ്റത്തിലൂടെ അവർ പോകുന്നുണ്ടെന്ന് നിർബന്ധിക്കുന്ന ഒരു സംവിധാനം ഒരു ഡയറക്ഷനിലുണ്ട്. അതിടയ്ക്കുള്ള മോട്ടിവേഷൻ ക്ലാസ്സുകൾ ഉണ്ടാവും. ചിലപ്പോൾ ഓരോ സബ്ജക്റ്റിൻ്റെ എക്സ്പേർട്സ് നൽകുന്ന ലൈവ് ക്ലാസ്സുകൾ പ്രത്യേകം നടത്തും. എക്സാമിനേഷൻ നടത്തിയിട്ട് അതിൻ്റെ എക്സ്പ്ലനേഷൻ നടത്തും. പല ബാച്ചുകളിൽ പല രീതി ചെയ്യുന്നുണ്ട്. അങ്ങനെ അതുകൊണ്ട് എന്താ പറയുക, വലിയൊരു ഇപ്പോൾ CAT കോച്ചിങ്, ഡയറക്ഷൻ്റെ CAT കോച്ചിങ് DCAT എന്നുള്ള പേരിൽ നമ്മൾ റീലോഞ്ച് ചെയ്യുന്നുണ്ട്. പിന്നെ അതുപോലെ സിവിൽ സർവീസ് ഫൗണ്ടേഷൻ്റെ നല്ല ഡിമാൻഡ് ഉണ്ട്, ഒരുപാട് ആൾക്കാർ ആവശ്യപ്പെടുന്നുണ്ട്. ഫൗണ്ടേഷൻ സിവിൽ സർവീസസ് ഫൗണ്ടേഷൻ ഫോർ സ്കൂൾ ഗോയിങ് ആൻഡ് കോളേജ് ഗോയിങ് സ്റ്റുഡൻസ്, ഹൈസ്കൂൾ +2 ലെവലുള്ള കുട്ടികൾക്കും അതുപോലെ ഗ്രാജുവേഷനിൽ പഠിക്കുന്ന കുട്ടികൾക്കും നൽകുക എന്നുള്ള ഒരു സ്കീം ഇപ്പം നമ്മൾ ചെയ്തുകൊണ്ടിരിക്കുന്നത്. അങ്ങനെ കുറേ ആക്ടിവിറ്റീസാണ് ഡയറക്ഷൻ ടീം അതിൻ്റെ പിന്നാലെയാണ്. അപ്പൊ നിങ്ങളെ ഒരു സക്സസ് കീ എന്താണ്? ഓരോരുത്തരായിട്ട് അതൊന്ന് ഷെയർ ചെയ്യാൻ പറ്റുമോ സർ? കീ എന്ന് പറയുന്നത് അങ്ങനെ ഒരു പ്രത്യേക ഒരു കീ ഒന്നുമില്ല. പക്ഷെ എന്നെ സംബന്ധിച്ചിടത്തോളം കണ്ടിന്യൂസ് ആയിട്ട് നമ്മൾ ഇതിൻ്റെ പിന്നാലെ വർക്ക് ചെയ്യാം. അതിപ്പോൾ 24/7 നമ്മൾ ഉറക്കത്തിലായാലും ശരി നമ്മളെ മൈൻഡിൽ കീപ്പ് ഓൺ ഈ ഒരു ഫോക്കസ്ഡ് ആയി നമ്മൾ കൃത്യമായിട്ട് നമുക്ക് ഗോൾ ഉണ്ടായിക്കഴിഞ്ഞാൽ പിന്നെ അതിലേക്ക് നമ്മൾ പോയിക്കൊണ്ടേയിരിക്കും. അങ്ങനെ ചില സമയത്തൊക്കെ ഡീമോട്ടിവേറ്റഡ് ആവുന്ന സമയത്ത് നമുക്ക് ഡയറക്ഷൻ്റെ ഭാഗത്ത് നിന്ന് കൃത്യമായിട്ടുള്ള സപ്പോർട്ടും കാര്യങ്ങളും വന്നിട്ടുണ്ട്. അതുപോലെ തന്നെ നമ്മൾ കൃത്യമായിട്ട് നല്ലൊരു എൻവയോൺമെൻറ്റ് ക്രിയേറ്റ് ചെയ്യാം. നമ്മൾ നെഗറ്റീവായിട്ടുള്ള സംഭവങ്ങളൊക്കെ ഒഴിവാക്കിയിട്ട് വളരെ പോസിറ്റീവായിട്ട് നല്ലൊരു എൻവയോൺമെൻറ്റ് ക്രിയേറ്റ് ചെയ്യാം. അത് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ തന്നെ നമ്മൾ ഹാർഡ് വർക്ക് ചെയ്യാൻ നമ്മൾ മനസ്സുണ്ടെന്നുണ്ടെങ്കിൽ ഒരു ദൈവത്തിൻ്റെ ഒരു കരുതലൊക്കെ ഉണ്ടെങ്കിൽ നമുക്ക് സുഖമായിട്ട് അച്ചീവ് ചെയ്യാൻ പറ്റുന്ന ഒരു സംഭവം മാത്രമാണ്. കാരണം ഞാൻ അത്രയൊന്നും അക്കാഡമിക്കലി ബ്രില്യൻ്റ് ആയിട്ടുള്ള ഒരാളൊന്നല്ല, വളരെ ഒരു ആവറേജ് അല്ലെങ്കിൽ ബിലോ ആവറേജ് സ്റ്റുഡൻ്റ് ആയിരുന്നു. പക്ഷെ നമുക്ക് എന്തെങ്കിലും അച്ചീവ് ചെയ്യണം എന്നുള്ളൊരു വാശി, ഒരു ബേണിംഗ് ഡിസയർ എന്നൊക്കെ പറയുന്നു. നമ്മൾ വെള്ളത്തിൽ തല മുക്കി പിടിച്ചു കഴിഞ്ഞാൽ ശ്വാസം എടുക്കാൻ വേണ്ടി നമ്മൾ കളിക്കുന്നത്, അതുപോലെ നമ്മൾ അച്ചീവ് ചെയ്യാൻ നിന്നതുകൊണ്ട് നമുക്ക് അതിന് നമ്മുടെ സൊസൈറ്റി മൊത്തമായിട്ട് നമ്മുടെ കൂടെ നിൽക്കുന്നു. അപ്പം അങ്ങനെയാണ് നമ്മൾ അച്ചീവ് ചെയ്യുന്നത്. അല്ലാണ്ട് അതിന് പ്രത്യേക ഒരു കീ ഒന്നുമില്ല. നമ്മൾ കീപ്പ് ഓൺ പ്രാക്ടീസ് ചെയ്യാം. അതൊക്കെ നല്ലോണം ആണ്. കാരണം കുറേ കാര്യങ്ങൾ പഠിക്കാനുണ്ട്. അപ്പോൾ നമുക്ക് സക്സസ് ആവാനുണ്ടെങ്കിൽ നമുക്ക് ഒറ്റൊരാൾ വിചാരിച്ചാൽ ഇതൊന്നും എത്തൂല. നമ്മളെ സുഹൃത്തുക്കൾ പഠിക്കുന്ന കാര്യം അവർ നമ്മളോട് ഷെയർ ചെയ്യും, നമ്മൾ അവർക്ക് ഷെയർ ചെയ്യും. അങ്ങനെ ഒരു വലിയൊരു ടീം വർക്ക് ആയിട്ട് പഠിച്ചതുകൊണ്ടാണ് ഈ ഒരു സക്സസ് ഉണ്ടായത്. അപ്പോൾ ടീം വർക്കാണ്, സ്മാർട്ട് വർക്ക്, ഹാർഡ് വർക്ക്, ടീം വർക്ക്,
ഈ മൂന്നുമാണ് ഒരു കീ എന്ന് വേണമെങ്കിൽ നമുക്ക് പറയാൻ പറ്റുന്ന ഒരു കാര്യം. ടീച്ചറുടെ എന്താണ് വിജയമന്ത്രം? എൻ്റെത് എന്ന് പറയുന്നത്, ഞാൻ അക്കാഡമിക്കലി എല്ലാ ക്ലാസ്സുകളിലും 1ാം സ്ഥാനത്ത് എത്തുന്ന ഒരാളായിരുന്നു. പക്ഷേ PG കഴിഞ്ഞ സമയത്ത് PG ചെയ്തുകൊണ്ടിരിക്കുമ്പോഴാണ് കല്യാണാലോചന വരുന്നതും. അപ്പോൾ കല്യാണം നടക്കുകയും ചെയ്തു. കല്യാണം കഴിഞ്ഞ് PG കഴിഞ്ഞ ഉടനെ കല്യാണം കഴിഞ്ഞ സമയത്ത് ഹസ്ബൻഡിൻ്റെ അമ്മയ്ക്ക് ക്യാൻസർ ആയിരുന്നു. ക്യാൻസർ എന്ന് പറഞ്ഞാൽ കല്യാണത്തിന് മുന്നേ ക്യാൻസർ ഉണ്ട്, ബ്രസ്റ്റ് ക്യാൻസർ റിമൂവ് ചെയ്ത് പിന്നെ കുറച്ച് കാലം അമ്മയ്ക്ക് റെസ്റ്റ് വേണം. ആ സമയത്താണ് ഞാൻ കല്യാണം കഴിഞ്ഞ വീട്ടിലേക്ക് ചെല്ലണത്. കുറേ ഫാമിലി, വലിയ ഫാമിലിയാണ്. അപ്പോൾ ആ സമയത്ത് 2 വർഷം എനിക്ക് അവിടെ ഒരു ഗ്യാപ്പ് ഇടേണ്ടി വന്നു. ആ 2 വർഷം ഞാൻ ഹാപ്പി ആണോ എന്ന് ചോദിച്ചാൽ എനിക്ക് 100% പറയാൻ വയ്യ. കാരണം എന്താ വെച്ചാൽ ഫാമിലിയൊക്കെ ഓക്കെയാണ്, അമ്മ ഓക്കെയാണ്, എല്ലാം ഹസ്ബൻഡ് എല്ലാം ഓക്കെയാണ്. പക്ഷെ ഞാൻ ഹാപ്പി അല്ല. കാരണം എൻ്റെ പഠനം അവിടെ നിന്നിട്ടുണ്ട്. 2 വർഷത്തെ ആ ഗ്യാപ്പ് എന്ന് പറഞ്ഞാൽ ഞാൻ ഒരു വല്ലാത്തൊരു ഡിപ്രഷൻ്റെ സ്റ്റേജിലേക്ക് വരെ പോയി. പക്ഷെ ബാക്കിയുള്ളവരുടെ മുന്നിൽ ഞാൻ ഹാപ്പിയാണ്. ഉള്ളിൻ്റെ ഉള്ളിൽ വല്ലാത്ത ഡിപ്രഷനായിരുന്നു. ഫ്രണ്ട്സിനായിട്ടുള്ള കോണ്ടാക്റ്റേ ഞാൻ നിർത്തി. കുറച്ച് കാലം ഞാൻ അവരെ എമ്മട്ട് ചെയ്യുന്നു, അല്ലെങ്കിൽ അവർ നെറ്റിന് പ്രിപ്പയർ ചെയ്യുന്നു എന്നൊക്കെ കേൾക്കുമ്പോൾ എനിക്ക് വല്ലാത്തൊരു ഫ്രസ്ട്രേഷനായിരുന്നു. ആ ഒരു സമയത്താണ് B.Ed വിളിച്ചത്. അപ്പം അമ്മേൻ്റെ അസുഖമുണ്ട്, എന്നാലും ശരി ഞാൻ B.Edന് കൊടുത്തു. ഹസ്ബൻഡ് നല്ല സപ്പോർട്ടായിരുന്നു. അപ്പോൾ എനിക്കൊരു മോനുണ്ട്, 1.5 വയസ്സ് ആവുന്നേ ഉള്ളൂ. ആ സമയത്ത് ഞാൻ B.Ed ചെയ്യുന്ന സമയത്താണ് എന്തായാലും എനിക്ക് വേണ്ടി ഒരുപാട് പേര്, എൻ്റെ 1.5 വയസ്സുള്ള മോൻ തൊട്ട് ഹസ്ബൻഡ്, സ്വന്തം അമ്മ, അച്ഛൻ, ഹസ്ബൻഡിൻ്റെ അമ്മ, എല്ലാവരും എനിക്ക് വേണ്ടി എന്താ പറയുക സ്ട്രെയിൻ ചെയ്യുന്നു എന്ന് കണ്ടപ്പോൾ ഇതിനൊരു നല്ലൊരു മറുപടി കൊടുക്കണം, ഇവർക്ക് വേണ്ടി ഇനി ജീവിക്കണം എന്നുള്ള ഒരു ചിന്തയിൽ നിന്നാണ് എൻ്റെ ശരിക്കുള്ള സക്സസ് മന്ത്രം എന്ന് പറയും. പിന്നെ ചേച്ചി, ഞാൻ ആദ്യം പറഞ്ഞ പോലെ ചേച്ചി, അവൾ PSC നേടിയപ്പോഴാണ് എനിക്കും ഇങ്ങനെ സെക്യൂർ ആവണം. നമുക്ക് ജോലി ചെയ്യാം, എവിടെ വേണേലും ജോലി ചെയ്യാം. എല്ലാ ജോലിക്കും അതിൻ്റെതായ ഒരു എന്താ പറയുക ഒരു മഹത്വമുണ്ട്. എല്ലാ ജോലിക്കും മഹത്വമുണ്ട്. തെങ്ങ് കയറുന്ന ആള് ചെയ്യുന്ന ജോലിക്കും അതിൻ്റെതായ മഹത്വമുണ്ട്. പക്ഷെ നമ്മൾ സെക്യൂറായ ഒരു ജോലി എന്നുള്ളതായിരുന്നു മെയിൻ കാര്യം. അത് ചേച്ചി PSC നേടിയപ്പോൾ അത് ഡയറക്ഷൻ വഴി തന്നെ ഫസ്റ്റ് റാങ്കോട് കൂടി കയറിയപ്പോൾ എൻ്റെ വഴി മുന്നിൽ തെളിഞ്ഞു. ചേച്ചി പ്രത്യേകം പറഞ്ഞു, അവൾ ഞങ്ങൾക്കന്ന് 20 മാർക്സിൻ്റെ ഒരു ജനറൽ ടോപ്പിക്സ് ഉണ്ട്. അതിൻ്റെ ചേച്ചി പ്രിപ്പയർ ചെയ്ത എല്ലാ മെറ്റീരിയലും എനിക്ക് പറഞ്ഞ് പോയിക്കോ, ഡയറക്ഷനിലേക്ക് തന്നെ പോയിക്കോ എന്ന് പറഞ്ഞ് B.Ed കഴിഞ്ഞ ഉടനെ ചെന്ന് ഡയറക്ഷനിൽ ചെയ്തായിരുന്നു. അതോടൊപ്പം തന്നെ ജോലിയും ചെയ്തു ഗസ്റ്റായിട്ട്. അപ്പോൾ നമ്മൾ ഒരു സക്സസിൻ്റെ പിന്നാലെ പോകുന്ന സമയത്ത് നമ്മൾ മാത്രമല്ല സ്ട്രെയിൻ ചെയ്യുന്നത്, നമ്മളെ ചുറ്റോടുള്ള ഫാമിലി, നമുക്ക് വേണ്ടി സപ്പോർട്ട് ചെയ്യുന്ന ഒരുപാട് പേരുണ്ടാവും. ചില സമയത്തൊക്കെ ഹസ്ബൻഡ് മാത്രം ഒരു കല്യാണത്തിനും കാര്യത്തിനും ചെല്ലുന്ന സമയത്ത് ഹസ്ബൻഡ് ഭയങ്കര നാണക്കേടായിരുന്നു, ഞാൻ വന്നില്ല എന്ന് പറയുമ്പോൾ ഉണ്ടാകുന്ന ഒരു പ്രശ്നം. എന്നാലും ശരി, എനിക്ക് വേണ്ടി അത് പറഞ്ഞു. അവിടെ അവൾക്ക് സമയമില്ല, അവള് ക്ലാസ്സിന് പോയിരിക്കുകയാണെന്ന് പറയും. അപ്പം എല്ലാവരും പല രീതിയിൽ വാക്കുകൾ ഹസ്ബൻഡും കേൾക്കേണ്ടി വന്നിട്ടുണ്ട്. അതേപോലെ 1.5 വയസ്സായിരുന്നു PSC കോച്ചിങ് ആയപ്പോഴേക്കും ഒരു 3 വയസ്സൊക്കെ ആയി. LKG ചേർന്ന സമയത്ത് മോനെ ആകെ കിട്ടുന്ന 2 ദിവസം മോൻ്റെ കൂടെ ഇരിക്കാനുള്ള ദിവസമാണ് ഞാൻ ക്ലാസ്സിന് വന്നിരുന്നത്. അപ്പോൾ എൻ്റെ മനസ്സിൽ വല്ലാത്ത, ഞാൻ സൈക്കോളജിയൊക്കെ പഠിച്ച് എൻ്റെ മകൻ്റെ അടുത്ത് ഒരു സൈക്കോളജിയും പ്രയോഗിക്കാൻ പറ്റുന്നില്ലല്ലോ എന്നുള്ളൊരു സങ്കടം, വല്ലാത്തൊരു സങ്കടമായിരുന്നു. അപ്പം ഞാൻ കരുതിയത് ഞാൻ നല്ലൊരു ജോലി നേടിക്കഴിഞ്ഞാൽ അതാണ് അവന് വലിയ പാഠം. എൻ്റെ കൂടെ അവനും കൂടിയും മോട്ടിവേറ്റഡ് ആയി. ഇപ്പോഴും എൻ്റെ കൂടെ വന്നുള്ളത് അവനാണ് എൻ്റെ ബാക്ക് ബോൺ എന്ന് പറയുന്നത്. എൻ്റെ ഹസ്ബൻഡ്, എൻ്റെ അമ്മ, എൻ്റെ സ്വന്തം അമ്മ, 4 പെൺകുട്ടികളെ സൊസൈറ്റി മുഴുവൻ അമ്മേനോട് പറഞ്ഞിട്ടുണ്ട്, മക്കളെ പഠിപ്പിച്ചിട്ട് കാര്യമില്ല, പെൺകുട്ടികളല്ലേ, അവരെ ജോലി അവരെ ക്യാഷും കൊണ്ട് പോവും, മക്കളെ പഠിപ്പിച്ചിട്ട് കാര്യമില്ല എന്ന് ഒരുപാട് പേര് പറഞ്ഞിട്ടും അമ്മ പറഞ്ഞത് ഞാൻ നന്നായി എൻ്റെ അമ്മ നന്നായി പഠിച്ചിരുന്ന ആളാണ്. എന്താ പറയുക, വേങ്ങര ഊരകം മലയിൻ്റെ മുകളിൽ SLC പാസ്സായ ഒരാളെ ഉള്ളായിരുന്നു, അതെൻ്റെ അമ്മ അന്നത്തെ കാലത്ത്. അപ്പം അമ്മയ്ക്ക് വലിയ ആഗ്രഹമായിരുന്നു നല്ല ജോലി, സ്വന്തം കാലിൽ നിൽക്കുക എന്നുള്ളത്. അപ്പം അമ്മ ഞങ്ങളോട് പറഞ്ഞത്, പലരും പലതും പറയും, നമ്മളെ കാലിൽ നിൽക്കണം, ഒരിക്കലും ഒരാളെ മുന്നിൽ നമുക്ക് കൈനീട്ടി നിൽക്കേണ്ട അവസ്ഥ ഉണ്ടാവരുത്. അത് ആരായാലും, അച്ഛനായാലും ഹസ്ബൻഡായാലും അല്ലെങ്കിൽ നമ്മളെ ചുറ്റുള്ള ആരായാലും, ബ്രദേഴ്സ് ആണെങ്കിലും ശരി. ആ ഒരു പാഠത്തു നിന്നാണ്
അമ്മയുടെ ഒരു എഫേർട്ട് എന്ന് പറയുന്നത് ഭയങ്കരമാണ്. ഇപ്പോൾ അമ്മ എൻ്റെ കൂടെ ഉണ്ട്, എല്ലാ സന്തോഷത്തിലും അമ്മ കൂടെ ഉണ്ട് എന്ന് പറയുന്നത് എനിക്ക് വലിയ സന്തോഷം. അപ്പൊ ഇങ്ങനെയല്ല നമ്മളെ ഫാമിലിയിൽ നമ്മളെ ചുറ്റുപാടുള്ളവരൊക്കെ ചെയ്യുന്ന ആ സ്ട്രെയിനുള്ള മറുപടിയാണ് ഞാൻ ഇപ്പോൾ കൊടുത്തത്. ഇപ്പം ഞാൻ എൻ്റെ ഫാമിലിയിൽ നിൽക്കുമ്പോൾ എന്തൊരു ഫംഗ്ഷനോ എന്തൊരു കാര്യം പറയുമ്പോൾ സൂര്യ പറയോ, സൂര്യയുടെ അഭിപ്രായം കേൾക്കട്ടെ എന്ന വാക്ക് എല്ലായിടത്തുനിന്നും കേൾക്കുമ്പോൾ ഉണ്ടാകുന്ന ഒരു സന്തോഷം, അത് തന്നെയാണ് എൻ്റെ വിജയമന്ത്രം. എൻ്റെ ഫാമിലി അനുഭവിച്ച സ്ട്രെയിനാണ് എൻ്റെ വിജയമന്ത്രം. അത് ചേച്ചി തന്ന ഡയറക്ഷൻ, സാറിൻ്റെ ഡയറക്ഷൻ ഞങ്ങളുടെ ഡയറക്ഷനായി മാറിയത്. ടീച്ചറിന്റെ എൻ്റെ ചോരാത്ത ആത്മവിശ്വാസമാണ്, അത്രയേ ഉള്ളൂ. കഠിനാധ്വാനം ഒരുപാട് കാലത്തെ കാത്തിരിപ്പിന് ശേഷം കിട്ടിയത് ആയതുകൊണ്ട് ആത്മവിശ്വാസം കൈവിടയാതിരിക്കുക എന്നെനിക്ക് പറയാനുള്ളൂ. ഞാൻ ഒരുപാട് കാലങ്ങൾ, കാരണം വിദ്യാഭ്യാസമൊക്കെ ഇങ്ങനെ ഒരു ഡിഗ്രി കാലഘട്ടം, ഡിഗ്രി സെക്കൻഡ് ഇയർ ഒക്കെ ആകുമ്പോഴേക്കും എൻ്റെ കല്യാണം കഴിയും. ചെറിയ പ്രായത്തിൽ തന്നെ വിവാഹം കഴിഞ്ഞ് ഡിഗ്രി കഴിഞ്ഞപ്പോഴേക്കും മോനായി, പിന്നെ PG ഒക്കെ മോനായിട്ടാണ് ഞാൻ പഠിക്കാൻ പോണത്. B.Ed അതൊക്കെ കഴിഞ്ഞു. പക്ഷെ B.Ed കഴിഞ്ഞപ്പോഴേക്കും എനിക്കൊരു ആഗ്രഹമായിരുന്നു ടീച്ചർ, ആ ജോലി വളരെ ആഗ്രഹമായിരുന്നു. അപ്പോൾ എൻ്റെ ഗുരുനാഥൻ ഒരു ഫാദറാണ്, ഫാദർ ജോസഫ്. അച്ഛൻ മരിച്ചുപോയി. അച്ഛനാണ് എന്നെ പഠിപ്പിച്ചത്, പഠിക്കാനുള്ള മോട്ടിവേഷനൊക്കെ, മലയാളം അധ്യാപികയാവണം എന്നുള്ള മോട്ടിവേഷനൊക്കെ തന്നത്. അപ്പോൾ B.Ed കഴിഞ്ഞ വഴിക്ക് തന്നെ റിസൾട്ട് വരുന്നതിന് മുൻപേ ഞാൻ പല സ്കൂളിലും അന്വേഷിച്ചു തുടങ്ങി, എവിടെയെങ്കിലും ജോലി ഉണ്ടോ, കിട്ടുമോ എന്നറിയാൻ വേണ്ടി. അപ്പോൾ ഞാൻ അങ്ങനെ കുന്നംകുളം ഉള്ളൊരു റഹ്മത്ത് ഹയർ സെക്കൻഡറി സ്കൂളിലാണ്. എൻ്റെ വീട്ടിൽ നിന്ന് ഒരുപാട് ദൂരമുണ്ട്. കിട്ടുന്ന ശമ്പളം എനിക്ക് ബസ്സിന് കൊടുക്കാനേ ഉള്ളൂ. വീണ്ടും എനിക്ക് ഹസ്ബൻഡിൻ്റെ കയ്യിൽ നിന്ന് പൈസ മേടിച്ചിട്ട് വേണം ബാക്കി കാര്യങ്ങൾ ചെയ്യാനായിട്ട്. എന്നിരുന്നാലും സാരമില്ല, എനിക്ക് ജോലിക്ക് പോകണം എന്നുള്ളൊരു വലിയ ആഗ്രഹമായിരുന്നു. അപ്പോഴേക്കും പിന്നെ വീടിൻ്റെ അടുത്ത് ഒരു 6 മാസം കഴിഞ്ഞു, മോന ചെറുതല്ലേ, അപ്പോൾ ഈ വീടിൻ്റെ അടുത്ത് കിട്ടി. പിന്നെ ആ സ്കൂളിൽ വരന്തരപ്പള്ളി എന്ന് പറയുന്ന ലോർഡ്സ് CMI ഫാദേഴ്സിൻ്റെ സ്കൂളാണ്. നല്ല 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 സ്കൂളാണ്, ICC സ്കൂളാണ്. അത്യാവശ്യം സാലറി ഒക്കെ ഉണ്ട്. എന്നിരുന്നാലും എൻ്റെ ഉള്ളിലുള്ള ഒരു ആഗ്രഹമായിരുന്നു സർക്കാർ സ്കൂളിൽ കയറണം എന്നുള്ളത്. അപ്പോൾ അവിടെ നിന്നുകൊണ്ടാണ് ഈ 17 വർഷവും ഫൈറ്റ് ചെയ്തത്. അപ്പോൾ എനിക്ക് പറയാനുള്ളത്, കിട്ടും. ആത്മവിശ്വാസത്തോട് കൂടിയിട്ട് തന്നെ കഠിനാധ്വാനവും ഒപ്പം ഉണ്ടാവുകയാണെങ്കിൽ നേടിയിരിക്കും. അത്രേ ഉള്ളൂ. ടീച്ചറിന്റെ വിജയമന്ത്രം എന്ന് പറയുന്നത് എൻ്റെ അച്ഛന് മുമ്പേ ഒരു ആഗ്രഹമാണ്. അച്ഛൻ്റെ ആഗ്രഹം ഞാൻ നേടിക്കൊടുത്തതാണ്. പിന്നെ ഏറ്റവും കൂടുതൽ ഞാൻ ഈ പഠിക്കുന്ന കാലയളവിൽ വിഷമിച്ച ഒരാൾ എൻ്റെ മോളാണ്. കാരണം ഞാൻ ഒരിക്കൽ പോലും അവളോട് സംസാരിക്കില്ല. അവള് മിണ്ടുമ്പോ അവളോട് പറയും മിണ്ടരുത്. അവളെ ഒരു ദിവസം അവള് 4ാം ക്ലാസ്സും അവൾ 5ാം ക്ലാസ്, ഇപ്പൊ അവൾ 6ലാണ്. ആ സമയത്താണ് ഞാൻ പഠിച്ചുകൊണ്ടിരുന്നത്. അവളെ വീട്ടിൽ ഞാനും മോളും മാത്രമാണ് അവിടെ ഉണ്ടായ. ഹസ്ബൻഡ് ആഴ്ചയിൽ ഒരു ദിവസം മാത്രമാണ് വീട്ടിലേക്ക് വരുന്നത്. അവര് ബാംഗ്ലൂര് ജോലി ചെയ്യുന്നത്. അപ്പൊ ആ സമയത്ത് ഞാനും മോളും മാത്രം വീട്ടില്. അപ്പൊ ആ സമയത്ത് ഇവൾക്ക് ആകെ സംസാരിക്കുന്ന ഒരാൾ ഞാനാണെങ്കിൽ ഇവള് സംസാരിക്കുവാൻ പറയും, സംസാരിക്കല്ലാന്ന് പറയും. അങ്ങനെ ഇവളെ ഞാൻ വായ അടക്കി വെച്ചിട്ടുണ്ടായിരുന്നു. പിന്നെ എനക്ക് തന്നെ ചില സമയത്തോളെ കാണുമ്പോ സങ്കടം, അവള് പിന്നെ അവക്ക് വേണ്ടി ഒരു സമയം കണ്ടെത്താനടക്കം ഞാൻ അത്രയും പഠനത്തിൽ അങ്ങനെ മുഴുകിയിട്ടുണ്ടായിരുന്നു. പിന്നെ അവൾ നല്ല സപ്പോർട്ടായിരുന്നു എനിക്ക്. നല്ല സപ്പോർട്ട് പറഞ്ഞ അവൾ ചോദിക്കും എപ്പോഴാ അമ്മ പരീക്ഷ തീരുന്നത്, എപ്പോഴാ തീരുന്നത് ചോദിക്കും ലാസ്റ്റ്. പിന്നെ ഇപ്പം ഏറ്റവും കൂടുതൽ ഹാപ്പി എനിക്ക് തോന്നുന്ന ഓളാണ്. കാരണം അവളുടെയും ഒരു സക്സസ് സ്റ്റോറിയാണ് അവൾക്ക് നല്ല സന്തോഷം. അവൾ എന്നെ കണ്ടിട്ട് തന്നെ വളരുന്നത് അതെനിക്ക് വലിയൊരു നേട്ടമാണ്. ശരിക്കും ഞാൻ പഠിക്കുന്ന എൻ്റെ ആ ഒരു സ്വഭാവം കണ്ടിട്ട് അവളും, ഞാൻ എപ്പോഴും ചിന്തിക്കും അവൾ ആ ഒരു രീതിയിൽ വരട്ടെ. അവക്കും ശരിക്കും പറഞ്ഞ ഡയറക്ഷൻ എന്ന് പറയുമ്പോൾ ഒക്കെ ഒരു തന്നെയാണ്. അവളും പഠിച്ചു അത്, അതാണ് ഒന്നാമത്തെ കാര്യം. HSC എക്സാം ഇനി നടക്കാൻ പോവാണ്. ഒരുപാട് ആളുകൾ ആ സ്വപ്നവുമായിട്ട് പഠനമുറികളിൽ പുസ്തകങ്ങളുമായിട്ട് മല്ലിടുകയാണ്. അവരോട് നിങ്ങൾക്ക് എന്താണ് പറയാനുള്ളത്? അവരെ നല്ലൊരു ഭാവിയാണ് അവരെ കാത്തിരിക്കുന്നത്. സ്കൂളുകളിൽ ഒഴിവുകളുണ്ട്. അതുകൊണ്ട് തന്നെ പഠിച്ചു കഴിഞ്ഞാൽ, അതായത് കഠിനാധ്വാനം, സ്മാർട്ട് വർക്ക്, അങ്ങനെയാണ് ശരിക്കും പറയേണ്ടത്. കഠിനാധ്വാനത്തേക്കാൾ കൂടുതൽ സ്മാർട്ട് വർക്ക് ചെയ്യാം. അവർക്ക് നല്ല പ്രതീക്ഷ അവരെ കാത്തിരിക്കുന്നുണ്ട്, നല്ല ജോലി അവരെ കാത്തിരിക്കുന്നുണ്ട്. സാറിന്റെ ചുറ്റിയിരിക്കുന്ന സാറിന്റെ വിദ്യാർത്ഥികൾ സാറിന് വളരെ അഭിമാനത്തോടെ വിദ്യാർത്ഥി സമൂഹത്തിന് നൽകിയ ആളുകളാണ്. അതായത് ഇനിയുള്ള യുവതലമുറകളെ വാർത്തെടുക്കാൻ ഡയറക്ഷൻ നൽകിയ അധ്യാപകരാണ്. അപ്പോൾ ഇനിയും ഒരുപാട് വിദ്യാർത്ഥികൾ സാറിനെ തേടി വരും, പുതിയ വഴികൾ തേടിയിട്ട്. അവരുടെ ഒരു റൈറ്റ് ടേൺ ആണ് ഡയറക്ഷൻ നൽകാൻ പോകുന്നത്. സാറിന് എന്താണ് അവരോട് പറയാനുള്ളത്? നമ്മള്
ഒരു സ്വപ്നമുണ്ട് എങ്കിൽ നമ്മൾ അതിൻ്റെ പിന്നാലെ പോകുക എന്നുള്ളത് നമ്മളുടെ റൈറ്റാണ്. അത് നമ്മൾ ആരുടെയും സിമ്പതിയോ സപ്പോർട്ടോ ഒന്നും ഇല്ലെങ്കിലും അതിൻ്റെ പിന്നാലെ പോകാനുള്ളതാണ് ജീവിതം. ഇപ്പോൾ HSA ആയാലും ബാങ്ക് ജോലി ആയാലും കേന്ദ്ര ഗവൺമെൻറ് ജോലി ആയാലും അല്ലെങ്കിൽ ഇപ്പോൾ IM PGDPയും ചെയ്യണം എന്നുള്ള താല്പര്യമായാലും അത് സ്വപ്നം സ്വന്തമാണെന്ന് ആദ്യം ഒന്ന് ഉറപ്പുവരുത്തുക. അതിനുശേഷം അതിൻ്റെ പിന്നാലെ അങ്ങ് നടക്കുക. ഡയറക്ഷൻ അതിനുള്ളൊരു മാർഗ്ഗമാണ്, അതിനുള്ളൊരു സ്ട്രാറ്റജിയാണ് ഞങ്ങൾ നൽകുന്നത്. ഇത് ഇങ്ങനെ ചെയ്ത് നിങ്ങളുടെ സ്വപ്നം ഇതാണ് എങ്കിൽ ഇതാണ് അതിൻ്റെ ഒരു സ്ട്രാറ്റജി. ഇത് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഇത് ചെയ്യണം. അപ്പോൾ ജോയിൻ ചെയ്യാൻ വരുന്ന എല്ലാ ഡയറക്ഷൻ്റെ ഫ്യൂച്ചർ സ്റ്റുഡൻസിനോടും ഫ്യൂച്ചർ അച്ചീവേഴ്സിനോടും എനിക്ക് പറയാനുള്ളതെന്ന് വെച്ചാൽ വിജയിച്ചു കഴിഞ്ഞ ആൾക്കാരെ കാണുമ്പോൾ നമുക്ക് അവരെത്ര പെട്ടെന്ന് വിജയിച്ചു നമുക്ക് തോന്നും. എങ്ങനെയൊക്കെ ആഴത്തിൽ പറഞ്ഞാലും ആ അധ്വാനത്തിൻ്റെ ആ വേരോട്ടം അവർക്ക് മനസ്സിലായി എന്ന് വരില്ല. അപ്പോൾ സ്വപ്നം നമ്മുടെ മനസ്സിലേക്ക് എത്രമാത്രം വേര് ആഴത്തിൽ താഴ്ത്തിയിട്ടുണ്ടോ അതുപോലെ തന്നെ നമ്മളുടെ അധ്വാനം വേരാകും. അതുകൊണ്ടാണ് ഞാൻ എപ്പോഴും എൻജോയ് ചെയ്യണം എന്ന് പറയുന്നത്. എൻജോയ് ചെയ്യുന്ന അധ്വാനം മാത്രമേ നമുക്ക് കുറേ കാലം ചെയ്യാൻ പറ്റൂ. 1 മണിക്കൂർ 2 മണിക്കൂറല്ല, ഇതൊരു 6 മാസം അല്ലെങ്കിൽ 1 വർഷം ഇതിനു വേണ്ടി അധ്വാനിക്കാൻ തയ്യാറാവണമെങ്കിൽ ആ സ്വപ്നത്തിന് അത്രയും നമ്മളുടെ മനസ്സിലൊരു സ്വാധീനം ഉണ്ടാകും. അങ്ങനെയുള്ളൊരു സ്വപ്നവുമായിട്ട് ഡയറക്ഷനിൽ വരുന്ന ഒരാൾക്കും നിരാശപ്പെടേണ്ടി വരില്ല എന്ന് ഉറപ്പുവരുത്താനുള്ള ഒരു സംവിധാന ഡയറക്ഷനുണ്ട്. അപ്പോൾ അങ്ങനെ അത് ഉപയോഗപ്പെടുത്തി വിജയിക്കാൻ തീരുമാനിച്ച് വരുന്നവർക്ക് ഉള്ള ഇടമാണ് ഡയറക്ഷൻ. ഇതൊരു സ്റ്റുഡൻറ് സെൻട്രിക് ഓർഗനൈസേഷൻ. ഞാൻ എപ്പോഴും പറയും, ഞാൻ ഒരു കാര്യം കൂടി എപ്പോഴും എൻ്റെ ടീമിനോട് പറയാറുണ്ട്, ഞാനല്ല എൻ്റെ സ്റ്റുഡൻസാണ് നിങ്ങൾക്ക് സാലറി നൽകുന്നത്. നമുക്കെല്ലാം സാലറി എല്ലാം തന്നെ നമ്മുടെ സ്റ്റുഡൻസാണ്. അപ്പോൾ അവർ ഡയറക്ഷൻ നമ്മളെ നോം എന്ന് പറഞ്ഞാൽ സാർ മേഡം എന്നൊക്കെയാണ് ഇവരെ തന്നെ വിളിക്കുന്നത്. അത് പിന്നെ ഇവർ കുറച്ച് കഴിയുമ്പോൾ പരിചയമാകുമ്പോൾ ചേച്ചി എന്നൊക്കെ ആയി മാറ്റുമെങ്കിലും ഞങ്ങളുടെ കോഡ് അനുസരിച്ചിട്ട് വരുന്ന ആൾക്കാരെ നമ്മൾ സാർ മേഡം എന്നൊക്കെ വിളിച്ചിട്ടാണ് ചെയ്യേണ്ടതെന്നൊക്കെയാണ്. അതിന് കാരണം എന്താ വെച്ചാൽ ഇവരിപ്പോൾ വരുന്ന ആൾ ഭാവിയിൽ ഒരു ഓഫീസർ അല്ലെങ്കിൽ ഭാവിയിൽ അധ്യാപകൻ അധ്യാപികയാണ് എന്നുള്ളത് നമ്മളിപ്പോൾ വിശ്വസിച്ചാലല്ലേ അത് നേടിയെടുക്കാൻ ഇവർക്ക് വേണ്ടി അധ്വാനിക്കാൻ പറ്റും. അപ്പോൾ ഇവരെ കാണുമ്പോൾ ഓരോ സ്റ്റുഡൻറ്റിൻ്റെ ഡയറക്ഷനിൽ വരുമ്പോൾ ഞാൻ പേഴ്സണലി കാണുന്നത് ഒരു ഫ്യൂച്ചർ ഓഫീസർ അല്ലെങ്കിൽ ഫ്യൂച്ചർ ടീച്ചറായിട്ടാണ്. അവരതിലേക്ക് എത്തിക്കാൻ വേണ്ടി എന്തൊക്കെ ചെയ്യാൻ പറ്റുമോ അത് ചെയ്യുക എന്നുള്ളതാണ് ഞങ്ങളുടെ ലക്ഷ്യം, ഞങ്ങളുടെ അതാണ് റൈറ്റ് ടേൺ എന്ന് പറയുന്നത്. ദ ടേൺ ഷുഡ് ബി റൈറ്റ്. അതാണ് ഞങ്ങൾ ഉറപ്പുവരുത്താൻ ശ്രമിച്ചുകൊണ്ടിരിക്കുന്നത്.